ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഒരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതക്കി എടുക്കാം. പൊടിഞ്ഞ് പോരുത്, ചതക്കി എടുത്താൽ മതി. പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ചതക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ആയാൽ മതി, ഒരുപാട് അരിഞ്ഞു പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. അത് നമുക്ക് ഈ അരിപ്പൊടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടി നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് കുരുമുളക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഏകദേശം ഒരു അരക്കപ്പ് തൈര്, 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അരക്കപ്പ് തൈരാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈര് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈരും എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് അടിക്കുമ്പോൾ ലൂസായി വന്നോളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്കൊരു 3 പിഞ്ചോളം വരുന്ന ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ സമയം വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി അപ്പോൾ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്കൊരൽപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ചേരുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്, മൈദ. ഞാൻ ഇതിലേക്ക് ഒരല്പം മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം, അരിപ്പൊടിയിൽ മാത്രം ഉണ്ടാക്കാം. അപ്പോൾ അരിപ്പൊടിയിൽ മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. മൈദ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി, കുറച്ചൊരു സോഫ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അത് വേണ്ടിയിട്ടാണ് ഞാൻ മൈദ ചേർത്തത്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല എന്താ പറയുക, തേങ്ങ ചമ്മന്തിൻ്റെ ഒപ്പവും ഉള്ളി ചമ്മന്തിൻ്റെ ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇതിൻ്റെ മിക്സിങ് ഏറ്റവും പ്രധാനമാണ്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ മാവ് കയ്യിലെടുക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും മാവിന്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാകുന്ന സമയം മാത്രം ഇത് അവിടെ ഇരുന്നാൽ മതി കേട്ടോ, അല്ലാതെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വീതം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വളരെ കുഞ്ഞായിട്ടാണ് ചെറുതാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് വലുതാക്കി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. വലുതാക്കി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം. അന്നേരം ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അരിപ്പൊടിയും ഉള്ളിയും കുരുമുളകും മൈദയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവില്ലേ. ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പം നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വലിയൊരു ചീനച്ചട്ടിയിൽ വലിയൊരു പാത്രത്തിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം നമുക്ക് ഒരുമിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ നുള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് വേണമെങ്കിലും കോരിയിടാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് ആവശ്യമാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇടയ്ക്ക് പറയുന്നത് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. നല്ല ചെറുതാക്കി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കഴിക്കാനും വളരെ സിമ്പിളായിട്ട് കഴിക്കാം. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.